ഹലോ ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇവിടെ ഗുഡ് ആഫ്റ്റർനൂൺ ആയി, അവിടെ അത്ര ആയിട്ടുണ്ടാവില്ല. കാണും. അപ്പം നമ്മൾ സ്കൂളിലോട്ട് പോണേ വഴിയാണ്. ഇപ്പോൾ ദിവസവും വിശേഷം പറഞ്ഞ് എനിക്കിപ്പം വർത്തമാനം പറയാൻ കൊതിയായിട്ട് വയ്യ. കുറേ പറയാനുള്ളത് പോലെ തോന്നും. അത് അറിയില്ല, നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ, അതായിരിക്കും ചിലപ്പോൾ. പൊതുവേ ഞാൻ അത്ര ടോക്കറ്റീവായിട്ടുള്ള ആളൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും അല്ലെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് കുത്തി പിടിച്ചിരുന്ന് വർത്തമാനം പറയുക എന്നുള്ളതൊരു അങ്ങനെ ഒരു ശീലമുള്ള ആളല്ല. പക്ഷേ ഇതിപ്പം എന്താണെന്നറിയില്ല, കുറേ ആൾക്കാർ എവിടെയോ ഉള്ള ആൾക്കാർ ഒക്കെയാണല്ലോ അപ്പം കേൾക്കുന്നത്. അപ്പം അവരൊക്കെ ഞാൻ അറിയാത്ത ആൾക്കാരോടൊക്കെ ഇങ്ങനെ ഇതാക്കുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ആയിരിക്കും, ഒരു ത്രില്ല് അത്രയായിരിക്കും. ക്യൂരിയോസിറ്റി എന്ന് പറയാൻ പറ്റില്ല, ത്രില്ല്. അപ്പം ഞാനൊന്നൊരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി മഴ പെയ്യുന്ന ടൈമായിരുന്നു. ഞാൻ ഒറ്റ കുട എടുത്തിട്ടുള്ളൂ. മോളുടെ അടുത്ത് കുട ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ സംതിങ് എന്തോ റോങ് സംഭവിക്കാൻ പോകുന്നുണ്ട്. കറക്റ്റ് ഈ സമയത്ത് സ്കൂൾ വിടുന്ന സമയം നോക്കിയാണ് ഇവിടെ മഴ പെയ്യുക. നാട്ടിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സംതിങ് റോങ് ഇസ് ഗോണ ബി ഹാപ്പൻഡ് തോന്നുന്നു. നോക്കാം നമുക്ക് എങ്ങനെ ആവും എന്നുള്ളത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൈൻഡ് 2 പ്രാവശ്യം എന്നെ ഓർമ്മിപ്പിച്ചു, 2 കൂടെ എടുത്തോളൂ, മഴ വരുന്നുണ്ടാവും. മനസ്സ് പറഞ്ഞ കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ കേൾക്കണം. പിന്നെ ഇവിടെ ഈ കാലാവസ്ഥ മാറുന്നതെന്ന് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. എപ്പോഴും പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞിട്ട് മാറും, അതേപോലെ തന്നെ തിരിച്ച് പഴയതുപോലെ ആവുകയും ചെയ്യും. ഇത് സത്യം പറഞ്ഞാൽ ഞാനിന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ന് വെച്ചിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു സീരിയസ്നെസ് ഒന്നും എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലി ടോക്കാണ് നിങ്ങളുടെ അടുത്ത് ഇഷ്ടം. അങ്ങനെ ഞാൻ സീരിയസ് ആവാൻ പറ്റില്ല. സീരിയസ് ആയിക്കഴിഞ്ഞാൽ ഒരു രസം പോകുന്നേ, ലൈഫിൻ്റെ മൊത്തത്തിലുള്ള ഒരു ത്രില്ലും രസമൊക്കെ പോകും. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ? അവിടെ എല്ലാവരും ലഞ്ചൊക്കെ കഴിക്കാനുള്ള, ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞ് കാണും, ലഞ്ചൊക്കെ കഴിക്കാനുള്ള പരിപാടി ആയിട്ടുണ്ട്. കാരണം ഞാനിപ്പം ഇതൊരു 2:50 3 മണി ആവാറായിട്ടുണ്ട് ഇവിടെ. അപ്പം അവിടെ 1 മണി കഴിഞ്ഞാണ് അല്ലേ തോന്നുന്നു. അപ്പം ലഞ്ചിനുള്ള പരിപാടികളിലൊക്കെ ആയിരിക്കും അവിടെ എല്ലാവരും. കോളേജിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ലഞ്ച് ടൈം ആയിരിക്കും, ലഞ്ച് ബ്രേക്ക് ആയിരിക്കണം. ഞങ്ങൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, അതുപോലെ തന്നെ ലഞ്ച് കഴിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ലഞ്ചായിട്ടും കഴിച്ചത്. ഇച്ചിരി മടിയാണ് ഇങ്ങോട്ട് നടക്കുന്നതിന് മുമ്പ് ഇത്തിരി ചോറൊക്കെ എടുത്തിരുന്ന് ഡീറ്റെയിലായിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഈ വേറെ ആരെങ്കിലുമൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുമ്പോഴാണ് ഇരുന്നുണ്ടാകുന്ന ഒരു രസമുള്ളൂ. നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കുമ്പം ഇപ്പം എന്തെങ്കിലും ഒന്ന് കഴിച്ചു എന്ന് വരുത്തിയതേ ഉള്ളൂ. അപ്പം ഞാൻ രാവിലത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് തന്നെയാണ് ഇപ്പോഴും കഴിച്ചത്. ഇനി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പം പിന്നെ ഞാൻ ഇന്നൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇത്തിരി കടലപ്പരിപ്പാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഞാൻ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കിട്ടിയതാണ്. കടല കുറച്ച് സോറി, ഞാൻ തന്നെ വാങ്ങിച്ചതാണ്, കിട്ടിയതല്ല, അത് മുമ്പായിരുന്നു. കഴിഞ്ഞ ദിവസം പോയിട്ട് കടയിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ മേടിച്ചതാണ് കുറച്ച് വലിയ പരിപ്പ് നോക്കിയിട്ട്. അപ്പോൾ അത് തോന്നി കടലപ്പരിപ്പാണ് കണ്ടിട്ട്. കാരണം സാമ്പാർ വയ്ക്കുന്ന പരിപ്പ് ഇച്ചിരി ചെറുതല്ലേ. ഈ പഴം നല്ല ഷേപ്പിലൊക്കെ വെട്ടി നിർത്തിയിരുന്നു കേട്ടോ. നല്ല ഷേപ്പിൽ കുത്തി വെച്ചിട്ട് അടിപൊളി, സൂപ്പർ.
പരിപ്പെടുത്ത് ഞാൻ ഇത്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പ് വട ഉണ്ടാക്കിയാലോ എന്നൊരു ആലോചന. എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയില്ല, ഒന്നും നോക്കിയിട്ടില്ല. ഇനി വേണം ചെന്നിട്ട് റെസിപ്പിയൊക്കെ നോക്കാൻ. എന്തായാലും പരിപ്പ് വേണമെന്നറിയാം, അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ അതെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കിങ്ങൊക്കെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരുന്നു. കുക്കിംഗ് മാത്രമല്ല, ഈറ്റിങ്ങും നല്ലോണം ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, നല്ല ഭംഗിയുള്ളൊരു പൂമ്പ. ഇപ്പം എന്താണെന്നറിയില്ല, ഈയിടെ ആയിട്ട് ഞാൻ കുറച്ച് പുറകിലോട്ടാണ്. ഫുഡിൽ ശ്രദ്ധിക്കുന്നില്ല. കുറച്ചുകൂടി ലൈഫിലോട്ടൊരു സീരിയസ് ആയിട്ടുള്ളൊരു കൺസേൺ വന്നു. കാരണം ഇവിടുന്ന് പോകാറായല്ലോ. അപ്പം സീരിയസ് ആയിട്ടുള്ള വേറെ കുറച്ച് ആലോചനകളൊക്കെ വന്നുകൊണ്ടായിരിക്കണം തീറ്റക്കാര്യത്തിൽ, സോറി അങ്ങനെ പറയണ്ട, ഭക്ഷണക്കാര്യത്തിൽ ഇത്തിരി ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നാറുണ്ട്, ഞാനൊരു സ്ട്രെസ് ഈറ്ററാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. കാരണം കുറച്ച് ടെൻഷനോ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ചൊരു നമ്മളൊരു സ്ട്രെയിൻ ചെയ്തിട്ടുള്ളൊരു വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ബോറടിച്ചിരിക്കുമ്പോഴൊക്കെ ഒരു സ്നാക്ക് എന്തെങ്കിലും, പ്രത്യേകിച്ച് ലേസ് പോലുള്ള വേറെ സാധനങ്ങൾ, കൂടുതലും എനിക്ക് ലേസ് അല്ലെങ്കിൽ നട്ട്സ് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ, സോൾട്ടി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കത് കഴിക്കുമ്പോൾ ഒരു ഫണ്ണായിട്ടോ അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ കിട്ടുന്ന പോലെയൊക്കെ തോന്നും. അതിനാണോ സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറയുക? എന്തായാലും ഒരു ഫൺ ഈറ്റിംഗ് ആ സമയത്ത്, അങ്ങനെയുള്ള ചില സമയത്ത് മൂഡ് അനുസരിച്ചിട്ട് എല്ലായ്പ്പോഴും. പിന്നെ ലേസിൻ്റെ ഒരു ആക്രാന്തമുണ്ട്. അത് എപ്പോൾ കാണുകയാണല്ലോ, അത്ര ഹെൽത്തി ഫുഡല്ല, പക്ഷെ ലേസ് ഞാൻ എപ്പോൾ കണ്ടാലും എനിക്ക് അപ്പം തന്നെ കഴിക്കണം എന്ന് തോന്നും. അങ്ങനെയാണ് എല്ലാവർക്കും ലേസ് ഇഷ്ടമാണോ? ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ സിസ്റ്ററിന് ലേസ് ഇഷ്ടമില്ല. എൻ്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഒരുമാതിരി ഫുഡൊന്നും, പക്ഷേ സ്പൈസിയുടെ ആളാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള പുളിയൊക്കെ ഉള്ള, എരിവും പുളിയൊക്കെ ഉള്ള അച്ചാറ്, പ്രത്യേകിച്ച് കടുമാങ്ങ എന്ന് ഞങ്ങൾ പറയുന്നത് കണ്ണിമാങ്ങ അച്ചാറിനെയാണ്. കടുകൊക്കെ അരച്ച് ചേർത്ത് നല്ല ഫോമായിട്ട് ഉറച്ചിട്ട് കടിച്ചാൽ മുറിയാത്ത പോലത്തെ ഒരു പിക്കിളുണ്ട്. അതിനെയാണ് ഞങ്ങൾ കടുമാങ്ങ എന്ന് പറയുന്നത്. നല്ലൊരു, അപ്പം ചില സ്ഥലത്ത് ഞാൻ ഈ കടുമാങ്ങ എന്ന് പറയുന്നത് മാങ്ങാച്ചാർ, കടുക് വറുത്തിട്ട് മാങ്ങാച്ചാറിനെ കടുമാങ്ങ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന എന്തായിരുന്നു, സ്ട്രെസ് ഈറ്റിങ്ങിനെ പറ്റിയിട്ട്. അപ്പം ഞാൻ കുറച്ച് അങ്ങനത്തെ ഒരു സ്ട്രെസ് ഈറ്ററാണോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നാറുണ്ട്. അതൊന്നൊരു വലിയ കാര്യമൊന്നുമല്ലല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഭയങ്കര എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. ഉണ്ട് അങ്ങനെയൊക്കെ ചില സമയത്ത് മൂഡ് ഓഫൊക്കെ ആണ് സമയത്ത് എന്തെങ്കിലും ഒരു ഫുഡ്, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കഴിച്ചാൽ മൂഡ് ഓക്കെ ആവാറുണ്ട്. അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതിനോട് നമ്മൾ സൈക്കോളജിക്കൽ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടായിട്ട് നമുക്ക് അറിഞ്ഞു. പിന്നെ സ്കൂള് വിട്ടു മോൾ അവളുടെ ഫ്രണ്ടിനെ അയക്കാൻ ടാറ്റ കൊടുക്കാൻ പോയി. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഇന്ന് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ ഒരു ബിസി ആയിരിക്കും ചേർത്ത്. ഇങ്ങനെ തിരിച്ചു പോകുമ്പം മോള് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഗോൾഡൻ കളറുള്ള ക്രിസ്പി പരിപ്പോടകളോട് റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇത്ര നന്നാവുന്നത്. ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കിയത്. പക്ഷെ വിശ്വസനീയമായ ഒരു റെസിപ്പി നോക്കിയാണ് ഉണ്ടാക്കിയത്, യൂട്യൂബ് ചാനലിൽ തന്നെ. അതുകൊണ്ടായിരിക്കണം എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ടേസ്റ്റും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു. ചെറിയ ഇൻഗ്രീഡിയൻസ് മിസ്സിംഗ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ കറി ലീവ്സൊന്നും എനിക്ക് കിട്ടിയില്ല, കറിവേപ്പില ഇല്ലായിരുന്നു. അതുകൊണ്ട്
ഇൻഗ്രീഡിയൻസ് എനിക്ക് കിട്ടിയില്ലായിരുന്നു. ചിലതല്ല, കറിവേപ്പില ഇല്ലായിരുന്നു. അതിൻ്റെ ഒരു കുറവുണ്ട്. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉള്ളതായിരുന്നു. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ടാറ്റാ. സീ യു.